പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മുകാശ്മീരിൽ ഉധംപൂരിൽ ബി.ജെ.പി. റാലിയിൽ സംസാരിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ഉധംപൂരിൽ ഇത്തവണയും ജനവിധി തേടുകയാണ്. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അത്രത്തോളം സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാന സേവകൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രചാരണങ്ങൾക്കൊക്കെയും ചുക്കാൻ പിടിക്കുന്നതെന്നത്. അത്രത്തോളം ആവേശമാണ് അണികൾക്കും നേതാക്കൾക്കും അടക്കം നൽകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ജമ്മുകാശ്മീരിലാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത്. എപ്പോഴാണ് പ്രധാനമന്ത്രി ജമ്മുകാശ്മീരിൽ എത്തിച്ചേരുക? അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും. KP, ഇന്ന് പ്രധാനമന്ത്രി ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുകയാണ്. ജമ്മു റീജിയനിലെ ഉധംപൂരിലാണ് പ്രധാനമന്ത്രി ഇന്ന് BJP റാലിയിൽ സംസാരിക്കുന്നത്. 11 മണിക്കാണ് ഈ റാലി നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഉധംപൂർ നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗ്, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയും അതോടൊപ്പം തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയും ഒക്കെയുള്ള സഹമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014 ഉധംപൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയുള്ള ഉധംപൂരിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ 3ഇടത്തും BJP ആണ് വിജയിച്ചത്. അത് ജമ്മു റീജിയനിലെ 3 മണ്ഡലങ്ങൾ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്ന ഉധംപൂർ, അതോടൊപ്പം തന്നെ ജമ്മു, ലഡാക്ക് എന്നീ 3 മണ്ഡലങ്ങളും അത് ജമ്മു റീജിയനിലാണ് അന്ന് വന്നിരുന്നത്. അവിടെ 3ഇടത്തും BJP വിജയിച്ചു. ബാക്കി കശ്മീർ റീജിയനിലെ ശ്രീനഗർ, അതോടൊപ്പം തന്നെ ബാരാമുല്ല, അനന്ത്നാഗ് എന്നീ മണ്ഡലങ്ങളിൽ നാഷണൽ കോൺഫറൻസുമാണ് 2019 വിജയിച്ചത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമ്മു മേഖലയിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. BJPയുടെ ഒരു സ്വാധീന കേന്ദ്രം അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായുള്ള ഒരു റീജിയനാണ് ജമ്മു എന്നത്. അതിനാൽ സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഉധംപൂരിലും അതോടൊപ്പം തന്നെ ജമ്മുവിലും BJP തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ്. എന്നാൽ കശ്മീരിൽ BJPക്ക് ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജമ്മു കശ്മീരിൽ 5 ഘട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളെ ജമ്മു കശ്മീരിലുള്ളൂ. ലഡാക്ക് പുതിയൊരു കേന്ദ്രഭരണ പ്രദേശമായതിനാൽ ലഡാക്ക് ലോക്സഭ ഇപ്പോൾ ജമ്മു കശ്മീരിന്റെ പരിധിയിൽ വരുന്നില്ല. നമുക്കറിയാം, അത് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമാക്കി സർക്കാർ അതിനെ മാറ്റിയിരുന്നു. അതിനാൽ ലഡാക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ 2024 എത്തുമ്പോൾ ജമ്മു കശ്മീരിൽ 5 ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്നു. ഈ 5 മണ്ഡലങ്ങളിലും ഓരോ ഫേസിലായാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യ ഘട്ടം ഏപ്രിൽ 19, ഇനിയും 8 ദിവസമേ ഉള്ളൂ. അതിൽ ഉധംപൂരിലാണ് ആദ്യ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 19 നടക്കുന്ന 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉധംപൂർ ജനവിധി വിധി എഴുതും. അതിനുശേഷം ഏപ്രിൽ 26 കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26 2ാം ഫേസിലാണ് ഈ ജമ്മു റീജിയനിൽ ജമ്മു ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പിന്നീട് മെയ് മാസം 7ാം തീയതി 3ാം ഘട്ട വോട്ടെടുപ്പിലാണ് അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അനന്ത്നാഗ് ഇത്തവണ വളരെ ശ്രദ്ധേയമായ മത്സരമാണ്. നാഷണൽ കോൺഫറൻസും PDPയും BJPയും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ഒപ്പം കോൺഗ്രസ് വിട്ട് അടുത്ത കാലത്ത് പുതിയ പാർട്ടി ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി രൂപീകരിച്ച ഗുലാം നബി ആസാദും അനന്ത്നാഗിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന അനന്ത്നാഗിൽ 3ാം ഫേസിൽ മെയ് മാസം 7ാം തീയതിയാണ് വോട്ടെടുപ്പ്. മെയ് മാസം 13 4ാം ഘട്ടത്തിലാണ് ശ്രീനഗറിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ജമ്മു കശ്മീരിന്റെ 2 തലസ്ഥാനങ്ങളിൽ ഒന്നായ ശ്രീനഗർ, അവിടെയാണ് അസംബ്ലിയൊക്കെ വരുന്നത്. അവിടെ 4ാം ഫേസിൽ ശ്രീനഗർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ്. ഒടുവിൽ മെയ് മാസം 20ാം തീയതി 5ാം ഫേസിലാണ് ബാരാമുള്ളയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ നോക്കിക്കൊണ്ടാണ് ഈ 5 ഘട്ടമായി ഓരോ ലോക്സഭാ മണ്ഡലങ്ങളും ഓരോ ഫേസിലായി നിശ്ചയിച്ചുകൊണ്ട് 5 ഘട്ടമായി ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മാത്രമല്ല, ഇതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കശ്മീരിൽ നടത്തേണ്ടതുണ്ട്. വരുന്ന സെപ്റ്റംബറിന് മുൻപ് തന്നെ ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരിക്കൽ കൂടി അടുത്ത കാലത്ത് വ്യക്തമാക്കിയിരുന്നു. അതിനാൽ ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉധംപൂരിൽ എത്തുന്നു. അദ്ദേഹം ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാകും വിശദീകരിക്കുക എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. KP. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.